നമ്മോടൊപ്പം ഉള്ളത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സ്വാലിഹാണ്. സ്വാലിഹിന് പറയാനുള്ള കഥ എന്ന് പറയുന്നത് അതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. അതായത് ഒരു മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് പോലും ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ലഹരിയിൽ നിന്നും മുക്തനായി ഇപ്പോൾ അതിനെതിരെ പോരാടുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു ലഹരിയുടെ ഒരു അടിമ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടുന്നത്? അന്ന് ഏകദേശം ഒരു 16-15 വയസ്സിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4 വർഷത്തോളം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഞങ്ങളൊരു 10-13 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഒരു സാധാരണ സിഗരറ്റിൽ നിന്നൊക്കെ തുടങ്ങി നോർമലായിട്ട് പിന്നെ അതൊരു കഞ്ചാവിലേക്ക് എത്തി. പിന്നെ ഫസ്റ്റ് ഒരു സിഗരറ്റ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വലിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കഞ്ചാവ് അതുപോലെ തന്നെ മെല്ലെ മെല്ലെ കണ്ട് ഒന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അന്ന് ഞങ്ങൾ തമാശ രൂപത്തിലായിരുന്നു. ജസ്റ്റ് ഒരു സിഗരറ്റ് ഞങ്ങൾ 12 പേര് വലിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കഞ്ചാവ് 12 പേര് വലിക്കും. അങ്ങനെ ഒരു രൂപത്തിൽ തമാശ രൂപത്തിൽ തന്നെ സുഹൃത്തുക്കൾ മുഖാന്തരം തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഏത് ലഹരി വരെ ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം MDMA വരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നോക്കുന്നതാണ് MDMA പറയുന്നത്. കാരണം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് വലിച്ചാലും ഒരു 50% നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ MDMA ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള ഒരു മാനസിക സ്ഥിതി അതെന്തായിരുന്നു? അതൊന്നും പറയുമ്പോൾ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പത്തെ ഒന്ന് അന്ന് എൻ്റെ ഉപ്പാക്ക് നേരെ ഞാൻ അക്രമം അയച്ചു വിട്ടതാണ്. കാരണം സ്വന്തം ഉപ്പയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക്. വയലൻസ് ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും നല്ല രൂപത്തിലുണ്ടാവും. കാരണം ഞാൻ അന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്തും ഏകദേശം 12-13 ദിവസത്തിന് ശേഷം ഫസ്റ്റ് റിമാൻഡ് കഴിഞ്ഞിട്ട് ഒരു 13 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വയലൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം സെല്ലിലുണ്ടാകുന്ന പാത്രങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക, ഭക്ഷണം തന്നിട്ടുള്ള മറ്റേ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തരും. അതുപോലെ ഒക്കെ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ച് അതുപോലെ ബക്കറ്റ് തല്ലി പൊട്ടിച്ചു. അവിടെ ഉണ്ടാകുന്ന പ്രതികൾക്ക് നേരെ വിഷയങ്ങളുണ്ടായി, പോലീസുകാർക്ക് നേരെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ തൃശ്ശൂർ സ്വദേശിയാണ് ആളെ സൂപ്രണ്ട്, പേര് ഓർമ്മട്ടുന്നില്ല. അദ്ദേഹം മജിസ്ട്രേറ്റുമായിട്ട് സംസാരിച്ച് ആ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഒരു സ്നേഹം, അതേപോലെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് ആഷിം ചെറുപ്പശ്ശേരി അദ്ദേഹത്തിൻ്റെ എൻ്റെ കാരണവർ ബ്രദേഴ്സ് അവരുടെ ഒരു സ്നേഹമുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു ശ്രമം മാത്രമാണ് എന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ശരിക്കും ഇതിലും മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്നാമത് നമ്മുടെ സമൂഹം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. വയലൻസിലേക്ക് പോകുന്നു പറഞ്ഞു. അത് നമുക്ക് ഈ സമയത്ത് കിട്ടാതാവുമ്പോഴാണ് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണോ? അല്ല, നമുക്ക് കിട്ടാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നത്തിക്കും. കാരണം ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് എന്തെങ്കിലും തമാശ രൂപത്തിൽ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പെട്ടെന്ന് വയലൻ്റ് ആവും. അത് എൻ്റെ മുമ്പിൽ നിങ്ങളാണോ അല്ല എൻ്റെ ബ്രദറാണോ സിസ്റ്ററാണോ, അപ്പോൾ സ്വന്തം ഉമ്മാനെ കൊന്നു അനിയനെ കൊന്നു കേട്ടില്ലേ, ഒക്കെ അതിൻ്റെ പേര് തന്നെ. ഞങ്ങൾ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അനിയന് ടിവിയുടെ റിമോട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ സ്വന്തം അനിയനെ തലക്കടിച്ചിട്ട് കൊന്നിട്ട്. ഇത്തരം ഈ വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നു. അതും വളരെ ചെറിയ കുട്ടികളാണ് ഈ വാർത്തകളിലേക്ക് വരുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് മീഡിയ വണ്ണിൽ ഒരു ചാനലിൽ ഞാൻ സജീദ് അജ്മൽ അതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ അതിനായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നും ഇത് എത്രത്തോളം വരുന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് തുറന്നു പറഞ്ഞതാണ്. പക്ഷേ അന്ന് ജനങ്ങളാരും അതിന് വല്ലാതെ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും വീട്ടിലും മകനെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത് ജനങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ ഇതിൻ്റെ ഒരു ചൂട് എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്ത് നമ്മുടെ സ്വന്തം മക്കൾക്ക് വരുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മറ്റേ ആളുടെ മകനല്ലേ അല്ലെങ്കിൽ ആളുടെ മകളല്ലേ എന്നുള്ള ചിന്തയിൽ മിണ്ടാതിരിക്കും. പക്ഷേ സ്വന്തം ചോരയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും. കാരണം കുട്ടികൾ 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ DID സെൻ്ററും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 10-45ഓളം കുട്ടികളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ വണ്ടിക്ക് നേരെ കല്ലേറും എനിക്ക് നേരെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നോക്കിയിട്ടല്ല. പക്ഷേ ഒരാൾ എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊരു
പ്രാചീതാകുന്നതിന് ഉപകാരമായിരിക്കും. ഭീഷണികൾ ഉണ്ടാവുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുമ്പ് തന്നെ അന്ന് സെക്കൻഡ് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് ന്യൂസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ഞാൻ അത് താല്പര്യമില്ല. കാരണം ഇത് എവിടെ വെച്ചിട്ട് അവസാനിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്തൊരു കാര്യം. കാരണം ഇതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ നാളെ ഇല്ലായിരിക്കാം. ഒരു പക്ഷേ ഇന്നത്തോടെ ചിലപ്പോൾ ഞാൻ അവസാനിച്ചു തരും. കാരണം ഇത് ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് പോലീസ് ആക്റ്റീവ് ആകുകയാണ്, ജനങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ നല്ല രൂപത്തിൽ ബാധിക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ജനങ്ങളൊന്നും ആക്റ്റീവായാൽ തന്നെ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ ഈ വായ അടപ്പിക്കാനേ അവർക്ക് കഴിയുള്ളൂ, ജനങ്ങളുടെ വായ അടപ്പിക്കാനൊന്നും കഴിയില്ല. ഇത് അത്രത്തോളം സുലഭമാണ് എന്നുള്ളത് തന്നെ അത്രയും സുലഭമാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കുന്നുണ്ട്. രാത്രിക്ക് 1 മണിക്ക് പോലും എൻ്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് 1 മണിക്ക് പോലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ മോൻ്റെ അടുത്ത് കിടക്കാൻ എനിക്ക് പേടി, ഞാൻ ഇത്ര നേരം വിളിക്കാതിരുന്നത് ചിലപ്പോൾ അവൻ അറിഞ്ഞാലോ, ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടി കൊണ്ടാണ്. കാരണം സ്വന്തം ഉമ്മാക്ക് മകനെ ഡോറിൽ പൂട്ടിയിട്ടിട്ട് ആ ചാവി കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് സേഫ്റ്റി ഉള്ളൂ എന്നുള്ളത് അത്രയും മോശപ്പെട്ടു. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷിതാവ് പറഞ്ഞതാണ് 8ാം ക്ലാസ് പഠിക്കുക. അത് വേറെ എവിടെയല്ല കേട്ടോ, എൻ്റെ നാട്ടിൽ തന്നെ സ്ഥലങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. കാരണം ആ ഒരു പ്രൈവസി ആയതുകൊണ്ട് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 300 രൂപയുടെ കഞ്ചാവിൻ്റെ പാക്കറ്റാണ് കിട്ടിയത്. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എത്രത്തോളം ഏജ് ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എക്സാമിന് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരു സ്കൂളിൽ. ഞാൻ അതൊന്നും സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. സ്കൂളിൻ്റെ പരിസരത്ത് അപ്പുറത്തൊരു കച്ചവടക്കാരൻ നിന്നിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെ അപ്പുറത്ത് ഈ സാധനം കഞ്ചാവ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ബാഗിൽ വരെ കൊടുത്തു വിടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഇതിനൊരു ഒളിയും മറിയ ആവശ്യമില്ല, പരസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പരസ്യമായിട്ടാണ്. കാരണം അവർക്ക് ശരിക്കും ഒരു പരിധി ഉണ്ട്. കാരണം പോലീസുകാർക്ക് ശരിക്ക് ഞാൻ തുറന്നു പറയുന്നുണ്ടോ എന്ന് വിചാരിക്കരുത്. കാരണം രാഷ്ട്രീയക്കാർ ഒന്നും കൂടെ പോലീസുകാർക്ക് അതിനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മിക്ക പോലീസുകാരും ശരിക്കും ഞാനൊക്കെ നൗഫൽ സാർ എന്നറിയാം, എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ നൗഷ സാർ, അവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത്രയും ആക്റ്റീവായിട്ട് ഇതിനെതിരെ നല്ല രൂപത്തിൽ. കാരണം അബ്ദുറഹ്മാൻ സാർ എന്നൊരു എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. ഇതിനെ പിടിച്ചതിൻ്റെ പേരിൽ ആളെ വണ്ടി ഇടിച്ചിട്ട് ആളുടെ ഒരു കാല് ഇതായിട്ടുണ്ട്, എന്നുവെച്ചാൽ ഒടിഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ പേരിൽ. കാരണം അത്രയും പ്രശ്നമാണ് ഇത്. എത്രത്തോളം ഇനി എവിടെ പോയി എത്തുന്നുള്ളത് പറഞ്ഞിട്ട്. കാരണം എനിക്കിതൊന്നും ശരിക്കും ഇതിൻ്റെ പറയേണ്ട ആവശ്യങ്ങളില്ല. കാരണം എനിക്ക് എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന സാറിന് കുട്ടീനെ തല്ലാൻ പാടില്ല, തല്ലിയ കേസാണ്. അതേപോലെ തന്നെ പോലീസുകാരനെ എന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അത് പോലീസുകാർക്കും പ്രശ്നമാണ്. കാരണം പോലീസുകാർ രാഷ്ട്രീയക്കാരെ, ഞാൻ ഒരാളെയും കുറ്റം പറയുന്നല്ലോ കേട്ടോ, പക്ഷേ രാഷ്ട്രീയക്കാരെ ഒരു വലക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുക. കാരണം പേടിച്ചിട്ടാണ്. കാരണം അവർക്കും ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പേടിയാണ്. കാരണം ഈ രാഷ്ട്രീയക്കാരും ഇതിനു വേണ്ടി ഇത്രയും മുന്നിട്ട് ഇറങ്ങി. മറ്റുള്ള ഇപ്പോൾ DYFI, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിനു വേണ്ടിയിട്ട് മുമ്പിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് കേവലം 1-2 പേര് കാരണം മറ്റുള്ള അതിനുവേണ്ടി ബാധിക്കാം. ശരി, ഈ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇതിന് ഈ പണം കണ്ടെത്തുക? അത് വലിയൊരു പ്രതിസന്ധിയല്ല. കാരണം ഇത് ചെറിയ തുകയല്ല, വലിയ തുകകൾ തന്നെയാണ്. അപ്പോൾ ആ പണം എങ്ങനെയായിരുന്നു ഇതിലേക്ക് പോകും? ഞങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 12 പേരും 12 ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് മോഷണമായിട്ടാണ് ഞങ്ങൾ പിടിക്കപ്പെടുന്നത്. ഏകദേശം 4 മാസം 6 ദിവസം 7 ദിവസം അങ്ങനെ എന്തോ കടന്നിട്ടുണ്ട്. അതിപ്പോഴും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത. കാരണം ഈ ബൈക്ക് മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് വിറ്റ് പണം കൊണ്ട് വാങ്ങുക അല്ല, അത് ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് 50 ഗ്രാം കഞ്ചാവാണ്. ആ കഞ്ചാവ്, അതെ, 50 ഗ്രാം കഞ്ചാവിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 12 പേരും അത്തരത്തിൽ പോലും ചിന്തിക്കാൻ ആ രീതിയിലേക്ക് പോലും നമ്മൾ ഞങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഒരുപാട് റെക്കോർഡ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം അത്രയും ആളുകൾ വിളിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരവസ്ഥ അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ഞാൻ മുമ്പ് തന്നെ വീഡിയോണിലും എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ട് എനിക്ക് ഒരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന്
അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. രക്ഷപ്പെടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും അവർക്കുള്ളൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ. കാരണം ഇപ്പം അടുത്ത അവരെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ, ഒരു മാസത്തിന് അങ്ങോട്ട് അവർ പേടിച്ചിട്ട് ഭർത്താവ് വീട്ടിലേക്ക് MDMA കൊണ്ടുവരുന്നുണ്ട് എന്നൊരു പേടി. കാരണം അവരെനിക്ക് ഫോട്ടോ എടുത്തിട്ട് വരെ അയച്ചെന്ന് രാത്രിക്ക് 12 മണിക്ക്. കാരണം കൂടെ നിൽക്കാൻ എനിക്ക് പേടിയാകുകയാണ് എന്നിട്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു പള്ളിയിലുള്ള ഉസ്താദിൻ്റെ മകൻ. അദ്ദേഹം ഈ മകന് ഫസ്റ്റ് എന്താ പൈസ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു, പിന്നെ കൊടുക്കാതായപ്പോൾ ഉസ്താദിന് നേരെ അക്രമം വിഷയമുണ്ടായി. പിന്നെ അദ്ദേഹം തന്നെ നേരെ മരയുടെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആൾക്ക് എനിക്ക് മരിക്കണം എന്നില്ല. ഈ സ്വാലിഹിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇത് കുറച്ച് ആളുകളിലല്ല, വലിയൊരു വിഭാഗത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, എനിക്ക് നേരെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും, ഇനിയിപ്പോൾ എനിക്ക് നേരെ ആരും സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വായ അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ പ്രാണം പോണ വരയ്ക്ക് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അനുസരിക്കേണ്ടതെന്നൊക്കെ ജനങ്ങളാണ്. കാരണം പോലീസുകാർ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്, എക്സൈസ് ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരും എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള ആളുകളെ മാക്സിമം കൂട്ടി നമ്മൾ അടുത്തേക്ക് ചേർത്തിരിക്കുക. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഒരു സംഭവം ഉണ്ടായത് കണ്ടില്ലേ, ഒരു ഉമ്മേനെ ആക്രമിച്ചതിൻ്റെ പേരിൽ അവിടെയുള്ള നാട്ടിലെ എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തിന് DID സെൻ്ററൊക്കെ ഉണ്ടാക്കി. അതൊരു സ്നേഹമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആള് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് തിരിച്ചു വരാനുള്ളൊരു നിർത്തലുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 12 പേര്. ഞങ്ങൾ 12 പേരാണ് ഏറ്റവും വലിയ ഉദാഹരണം. അതുപോലെ തന്നെയാണ് ഈ സ്വാലിഹി ഇതിൽ, അതായത് ഒരുപക്ഷെ സ്വാലിഹി ഇത് പറയുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് അതായത് എങ്ങനെയാണ് ഇതിൽ നിന്നും മാറി വരാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് അതൊരു പക്ഷേ ആ ഒരു മനോനിലയൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് മാറാൻ കഴിയുന്നുള്ളതാണ്. എങ്ങനെയാണ് അതൊരു മാറി വരാൻ കഴിഞ്ഞത്? അതന്നെ ഒന്ന് പറഞ്ഞത്, അന്ന് മജിസ്ട്രേറ്റ്, ഞങ്ങൾ ഒറ്റപ്പാലത്തുണ്ടായിരുന്ന മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടുള്ള സംസാരം ഒന്ന്. അതേപോലെ തന്നെ ഞങ്ങളെ കൂട്ടി നിർത്തിയ കുറച്ച് ആളുകളുണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് ആഷിം ചെറുപ്പശ്ശേരി, അതുപോലെ തന്നെ എൻ്റെ ഖലീഫ എന്ന് പറയും, നിസാർ എന്ന് പറയും. അവർക്ക് അവിടുത്തെ മാഷന്മാരാണ്, നാട്ടിലത്തെ മാഷന്മാരാണ്. അവരുടെ സ്നേഹം, അവരെല്ലാവരും കൂടി ഞങ്ങളെ കൂട്ടിപ്പിടിച്ചതുകൊണ്ടാണ്. കാരണം എൻ്റെ ഉമ്മ, കാരണം എൻ്റെ ഉപ്പാക്ക് നേരെ അത്രയും ആക്രമണം, ഞങ്ങൾ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് എൻ്റെ ഉപ്പ അത്രയും ഞങ്ങൾ ചേർത്ത് പിടിച്ചു. അതൊക്കെയല്ലേ, കാരണം സ്നേഹം കൊണ്ട് തന്നെയാണ് നമുക്ക് എന്തിനേയും കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ എന്നറിയാം. അതൊരു സത്യമാണ്. അത് എത്ര വലിയ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിലും സ്നേഹത്തിന് മുമ്പിൽ തോറ്റു പോകും. അത് ആ രീതിയിൽ തന്നെയാണ് അത് മാറ്റാനും കഴിയുള്ളൂ. അതെ, സ്നേഹം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പം ഞാനൊന്നും ഒരു ദിവസം പോലും ഒരു DID സെൻ്ററിൽ ഞാൻ കടന്നിട്ടില്ല. ഞങ്ങൾ 12 പേരും കടന്നിട്ടില്ല. ഞങ്ങളെടുത്തൊരു തീരുമാനം അന്നു മുതൽ ഇന്ന് വരെ 6 വർഷത്തിന് ശേഷവും അന്നു മുതൽ ഇന്ന് വരേക്കും ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഞങ്ങളെടുത്ത് ഉറച്ചൊരു വിശ്വാസമാണ്, ഞങ്ങൾ തൊടില്ല, ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നത് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോഴത്തെ ഈ നിലവിലെ ഈ ഒരു സംഭവങ്ങളെ കാണുമ്പോൾ വേദന തോന്നാറുണ്ടോ? നിലവിലെ സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം എനിക്കിപ്പോൾ ഇത് മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. ഇത്രയും ചാനലുകാർ വന്നു, ഇത്രയും ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വെക്കുന്നുണ്ട്. കാരണം ഞാൻ കാരണം കൊണ്ട് ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട, കാരണം എനിക്കിതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്കിതുകൊണ്ട് ഉപകാരമില്ല. എൻ്റെ ലൈഫിന് നല്ല രൂപത്തിൽ ഈ പറയുന്നത് കൊണ്ട് എൻ്റെ ലൈഫിനെ നല്ല രൂപത്തിൽ ബാധിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരാളെങ്കിലും ഒരാൾ, കാരണം ഇത്രയും ഉമ്മാരും ഉപ്പാരും വിളിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വിളിച്ചിട്ട് കരയുമ്പോൾ അത് എനിക്ക് സങ്കടം വരുന്നത്. കാരണം ഒരു സമയത്ത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും കരഞ്ഞതിന് തുല്യമാണ്. കാരണം അവരെ സങ്കടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം എനിക്കെന്തായാലും ഇതൊരു ഈ മീഡിയകൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പക്ഷെ നാളെ എൻ്റെ ജീവൻ ഇല്ലാതാവും, അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ചിലപ്പോൾ ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായി മാറും ഞാൻ. അവസാനം അത്രയും പ്രശ്നത്തേക്ക് ഞാൻ എത്തുന്നതിലേക്ക് ഉറപ്പാണ്. പക്ഷെ എന്നിട്ടും അത് എൻ്റെ ഒരു ജീവിതം പോയാലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ ഇത്രയും ആളുകളുണ്ട്, അവരൊക്കെ സ്നേഹിക്കുന്ന ആൾ. കാരണം അച്ഛനും അമ്മയും അല്ലേ ഏറ്റവും വലുത്. കാരണം എൻ്റെ ഉപ്പാക്ക് നേരെ അന്ന് ആ ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 4 വർഷമായി, 2-3 വർഷത്തിൻ്റെ പുറത്തായി, 4 വർഷത്തിനടുത്തായി. എന്നിട്ട് ആ ഉപ്പ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. കാരണം
ഇന്നലെ കണ്ടില്ല, ഉമ്മാക്ക് നേരെ വിഷയം ഉണ്ടായി, ഉപ്പാക്ക് നേരെ പ്രശ്നം ഉണ്ടായി, അച്ഛന് നേരെ അമ്മക്ക് നേരെ. ഉമ്മാക്ക് മകനെ പൂട്ടിയിട്ട് കിടക്കേണ്ട ഒരവസ്ഥ. എൻ്റെ മോനെ എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി തരാൻ പറ്റുമെന്ന് സ്വന്തം ഉപ്പ പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൂടെ. എൻ്റെ മോൻ അവരെ പെങ്ങന്മാർ പറയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കിയിട്ട് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. കാരണം അങ്ങനെയും കരഞ്ഞോട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഗൾഫിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കാതെ നമ്മൾ തിരിച്ചയച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടും അവരത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം തന്നെയല്ലേ. അവർ തിരിച്ചു വന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നും ആളുകൾ ഓക്കെ ഉണ്ട്, പ്രശ്നമില്ല. ഏകദേശം ഈ പറയുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ കൊണ്ടൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ഈ ജനങ്ങളാണ് ശരിക്കും കാവൽക്കാരി എന്ന് അറിയില്ലേ. സത്യമാണ്, ജനങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തിക്കാൻ കഴിയും. കാരണം എൻ്റെ വായ മൂടിക്കെട്ടാൻ മാത്രമാണ് കഴിയുള്ളൂ. പക്ഷേ ഒരു പൊതുജനത്തിൻ്റെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ വായ അടക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ 12 പേര് ഇതിൽ നിന്നും മോചിതരായി വന്നു. നിങ്ങളൊരു നല്ലൊരു ജീവിതമല്ലേ ഇപ്പോൾ നയിക്കുന്നത്? തീർച്ചയായിട്ടും അത് ശരിക്കും എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നിയത് ഇപ്പോഴാണ്. കാരണം അന്ന് ഞാൻ ചെയ്തതിനുള്ളതൊക്കെ എനിക്ക് ഇത്രയും, കാരണം ഓരോ ഉമ്മാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് കരഞ്ഞോട് സംസാരിക്കുമ്പോൾ തിരിച്ച് പിന്നീട് അവർ വിളിക്കുന്നത് സന്തോഷത്തോടു കൂടിയിട്ടാണ്. കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിളിക്കണം കേട്ടോന്ന്. കാരണം ഓരോ ഉമ്മാരും അച്ഛനും അമ്മയും പറയുമ്പോൾ അത്രയും വിഷമം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. രാത്രി ഉറക്കം ഒഴിച്ചിട്ട് വരും അവർ വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് എന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാക്സിമം വിമുക്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റ് പ്രൈവറ്റായിട്ടുള്ളതുകൊണ്ട് കഴിയുന്നതും ഞാൻ വിമുക്തി തന്നെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. പ്രൈവറ്റായിട്ടുള്ളത് അത്രയും മോശപ്പെട്ട അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ വിടാറുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നത് വിമുക്തിയായിട്ട് പാലക്കാടുണ്ട്, കോഴിക്കോട് ജീന മാഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡം, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ലഹരി ഉപയോഗിക്കുന്ന മദ്യം അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന ഒരു സ്ഥിരം പല്ലവി കേട്ടിട്ടുണ്ടാവും. അതായത് ഇതൊരു പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിന്ന് മാറാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിരം പല്ലവിയാണ്. അതായത് ഉപയോഗിച്ചവരൊക്കെ ഇതിൽ നിന്നും പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ അത് വെറും പല്ലവികൾ മാത്രമാണ് എന്നുള്ളതൊരു കാര്യം. അതിൻ്റെ ഒരു ജീവിക്കുന്ന, അതായത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുമൊക്കെ തന്നെ വളരെ മുക്തനാവാൻ കഴിയും, അത് മാറ്റി നിർത്താൻ കഴിയും എന്നൊരു ജീവിക്കുന്ന ഉദാഹരണമാണ് സ്വാലിഹ് എന്ന് പറയുന്നത്. സ്വാലിഹ് മാത്രമല്ല, സ്വാലിഹിനൊപ്പമുള്ള 12 സുഹൃത്തുക്കളുണ്ട്, മറ്റു ചില ആളുകളുണ്ട്. അപ്പോൾ ശ്രമം നടത്തുന്നു, ചേർത്ത് നിർത്തുന്നു. ഈ ആളുകളെ അകറ്റി നിർത്താതെ സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ലഹരിയെ നമുക്ക് തുടച്ചു നിൽക്കാം എന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് സ്വാലിഹ് നൽകുന്നത്. ബേസിൽ ജോർജിനൊപ്പം തൃശ്ശൂരിൽ നിന്നും കെ അഖിൽ, മീഡിയ 1.